ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്ന് നമുക്ക് നല്ലൊരു ഉച്ചഭക്ഷണം ഉണ്ടാക്കിയാലോ? അപ്പം നിങ്ങളും കൂടിക്കോട്ടെ എൻ്റെ കൂടെ ഉച്ചഭക്ഷണം ഉണ്ടാക്കാൻ. അപ്പം നമുക്ക് ആദ്യം തന്നെ ചീര തോരൻ വെക്കാം കേട്ടോ. ഇവിടെ ഷോപ്പിൽ പോയപ്പം നല്ല ചീര ഇരിക്കുന്ന കണ്ടു. ചീര കണ്ടാൽ പിന്നെ ഞാൻ വിടിയല്ല, കാരണം അത്രയും ഗുണങ്ങളുണ്ട് നമ്മൾ ചീര കഴിക്കുമ്പോൾ. ഇതിൽ അയണും വൈറ്റമിൻസും ഫൈബറും ഒക്കെ അടങ്ങിയ ഒരു ഭക്ഷണം കൂടി കേട്ടോ ചീര. അപ്പോൾ എല്ലാവരും ഇടയ്ക്ക് ആഴ്ചയിൽ ഒരു 3-4 തവണയെങ്കിലും ചീര കഴിക്കുന്നത് നല്ലതാണ്. എൻ്റെ വീട്ടിലാണെങ്കിൽ അമ്മ ഇത് പറമ്പിൽ ഇങ്ങനെ നോക്കിയാൽ മൊത്തം ചീരയാണ്, കാരണം അമ്മ ഇങ്ങനെ നട്ടു വളർത്തും. പക്ഷേ ഇവിടെ നമുക്കിതൊക്കെ വല്ലപ്പോഴും കിട്ടുകയുള്ളൂ. കാണുമ്പോൾ തന്നെ ഞാനത് എടുത്തുകൊണ്ട് പോരും. ഇത് നമ്മുടെ കിച്ചണിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള വ്യൂ ആട്ടോ. നല്ല വെയിലാണ് ഇപ്പം, ചൂട് കാരണം പുറത്തിറങ്ങാൻ പറ്റില്ല. ഒരു 6 മണി 7 മണി ആയാൽ കുറച്ച് ചൂടിന് കുറവുണ്ട്. ആ സമയത്ത് ഞങ്ങൾ മാക്സിമം ഇപ്പോൾ പുറത്ത് പോകുന്നത്. പിന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ചൂരമീൻ കിട്ടി കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ചൂരമീൻ കറി വെക്കാമെന്ന് കരുതി, കാരണം കപ്പ ഇരിപ്പുണ്ട്. കപ്പയുള്ളപ്പോൾ കുറച്ച് മീൻ കറി കൂട്ടി കഴിക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. അപ്പോൾ പിന്നെ ഞാൻ ചൂരമീൻ കൂടി കറി വെക്കാമെന്ന് കരുതി. ഈ ചൂരമീൻ കറി വെക്കുമ്പോൾ ഞാൻ നല്ല കൊടുമ്പുളി ആട്ടോ ഇടുന്നേ. ഈ കോട്ടയം സ്റ്റൈൽ മീൻ കറി വെക്കുള്ളൂ, കാരണം എനിക്ക് കപ്പയുടെ കൂടെ കഴിക്കുമ്പോൾ നല്ല മുളകിട്ട് വെക്കുന്നതാണ് ഇഷ്ടം. ചോറൊക്കെ ആണെങ്കിൽ ചോറിൻ്റെ കൂടെ കഴിക്കുമ്പം തേങ്ങ അരച്ച് വെക്കുന്ന ഇഷ്ടം. ഈ കപ്പ ഉണ്ടാക്കുമ്പോൾ ഞാൻ കൂടുതലും മുളകിട്ട മീൻ കറി വെക്കാറുള്ളൂ. അപ്പോൾ ദാ മീൻകറി ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണേ. അതൊരു സൈഡിലാക്കിയിട്ട് ഞാൻ ചീര കട്ട് ചെയ്യാൻ പോയി. ചീര ചെറുതായിട്ട് കട്ട് ചെയ്യുക കേട്ടോ. ചീര കട്ട് ചെയ്തിട്ട് അതിൽ ഞാൻ കുറച്ച് തേങ്ങയും മുളകും ചെറിയ ഉള്ളിയും കൂടെയൊക്കെ ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ഒതുക്കിയിട്ടാട്ടോ ചേർക്കുന്നത്. എനിക്കാണെങ്കിൽ ചീര അരിയുമ്പോൾ നല്ല കയ്യിൽ വെച്ച് അരിയുന്നതാണ് ഇഷ്ടം, കാരണം എന്താണെന്ന് വെച്ചാൽ കുരുകുരാന്ന് നമുക്ക് അരിയാൻ പറ്റും. അങ്ങനെ ചീരയൊക്കെ അരിഞ്ഞതിന് ശേഷം നമുക്ക് തോരൻ വെക്കാം. ഞാൻ ആദ്യം എണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകിട്ട് ചീര ഇട്ടു. പിന്നെ കറിവേപ്പില ഇടാൻ മറന്നുപോയി, ഞാൻ ഇടയ്ക്ക് ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങ അരപ്പ് അതിലേക്ക് ആഡ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പെല്ലാം ഇട്ട് ഒന്ന് ജസ്റ്റ് ഇളക്കിയിട്ട് അത് മൂടി വെക്കുന്നുണ്ടേ. ഇനി കുറച്ച് യൂസ് ചെയ്ത പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എടുക്കുന്ന പാത്രം അപ്പം തന്നെ കഴുകി വെക്കും, കാരണം എനിക്കിങ്ങനെ കൂട്ടി ഇട്ടേക്കുന്ന ഇഷ്ടമില്ല. ഒരു പ്ലേറ്റ് എടുത്താൽ തന്നെ ഞാൻ അതിൻ്റെ യൂസ് ചെയ്യുമ്പോൾ അപ്പം തന്നെ കഴുകി വെക്കും കേട്ടോ. അപ്പോൾ ആ പാത്രമൊക്കെ കഴുകി വെച്ചതിന് ശേഷം ഞാൻ നോക്കിയപ്പോഴത്തേക്കും ചീര റെഡിയായി. നല്ല അടിപൊളി തോരനായിരുന്നേ. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് കപ്പ ഉണ്ടാക്കാനാണേ. കപ്പ ഇവിടെ ഫ്രോസൺ കപ്പയാട്ടോ ഞാൻ വാങ്ങിച്ചത്, കാരണം നമുക്ക് ചിലപ്പോൾ ഫ്രഷ് ആയിട്ട് മേടിക്കുമ്പോൾ ചില സമയത്ത് അത്ര നല്ല കപ്പ കിട്ടിയില്ല. ഫ്രോസൺ ആകുമ്പോൾ പിന്നെ ഒന്നും നോക്കണ്ട, നല്ല കപ്പയായിരിക്കും. അപ്പോൾ ഫ്രോസൺ കപ്പ ഞാൻ എടുത്തത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കുന്നുണ്ടേ. പിന്നീട് അത് നല്ല ചെറിയ പീസായി കട്ട് ചെയ്തതിന് ശേഷം വെള്ളം ഒഴിച്ച് തിളപ്പിക്കാൻ വെക്കാം കേട്ടോ. എനിക്കാണെങ്കിൽ ഈ കപ്പയും ചക്കയൊക്കെ ഒരു പ്രത്യേക ഇഷ്ടമാണേ. ഇവിടെയാണെങ്കിൽ വാറ് നടക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇപ്പോൾ ചക്ക കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാട്ടോ. കഴിഞ്ഞ വർഷമൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ ചക്ക ഉണ്ടായിരുന്നു. ഞാൻ നാട്ടിൽ വരുമ്പം ചക്ക എടുത്ത് വെച്ചേക്കാൻ അമ്മയോട് ഇപ്പോഴേ പറഞ്ഞിട്ടുണ്ട്. അമ്മ അതൊരു പാക്കാക്കി ചക്ക അട ഉണ്ടാക്കാനും ചക്കപ്പഴവും ചക്ക പുഴുക്കുണ്ടാക്കാനും എല്ലാം ഫ്രീസറിൽ കയറ്റി വെക്കും. അങ്ങനെ നമ്മുടെ കപ്പ അടുപ്പത്തിരിക്കട്ടെ, നമുക്കിനി എല്ലായിടവും ഒന്ന് ക്ലീൻ ചെയ്യാം കേട്ടോ. അങ്ങനെ എല്ലായിടവും ഒന്ന് ക്ലീൻ ചെയ്തിടുമ്പോൾ തന്നെ ഒരു സമാധാനമാണേ. അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞപ്പം നമ്മുടെ കപ്പ റെഡിയായേ. ഇത് തിളച്ച വഴി വേഗം കേട്ടോ, പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പം ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ അതിൻ്റെ വെള്ളം ഊറ്റി കളയുന്നേ. പിന്നെ ഞാൻ ഇന്ന് കപ്പ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക സ്റ്റൈലിലാട്ടോ. നമ്മുടെ ഷാപ്പിലൊക്കെ കിട്ടിയില്ലേ, ഈ ആലപ്പുഴയൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് കപ്പ ഇതുപോലെയാണ് കിട്ടുന്നത്. കുറച്ച് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും വറ്റൽമുളകും ഒക്കെ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയെ. അതിന് ശേഷം കടുക് പൊട്ടിച്ചിട്ട് ഇതതിലേക്കിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് കപ്പ വെന്ത് കഴിയുമ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് കപ്പ ഇളക്കി കൊടുക്കണം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇങ്ങനെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എൻ്റെ ഈ സംസാരം നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് പറയണേ. പിന്നെ ഈ വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ അത് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ. അപ്പം നമ്മുടെ ലഞ്ച് പരിപാടികൾ ഏകദേശം കഴിയാറായിട്ടോ. കപ്പയും ചീരത്തോരനും മീൻകറിയും ചോറും ഒക്കെ റെഡിയായേ. ഇതിനിടയിൽ ഞാൻ ചോറും വെച്ചായിരുന്നു, പക്ഷെ അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പം നമുക്കിനി ചോറ് കഴിച്ചാലോ? നല്ല ചൂട് ചോറും കപ്പയും മീനും പിന്നെന്താ നമ്മുടെ ചീരത്തോരനും കൂടെയൊക്കെ കൂട്ടി അങ്ങ് കഴിച്ചപ്പം ഇന്നത്തെ ലഞ്ച് അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ലഞ്ച് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.